രോഗാതുരായിട്ടുള്ള എല്ലാ വ്യക്തികളും കൃപാസ ഉടമ്പടി ആരാധനയിലെ കോണ്ടിനെൻ്റൽ ബേസായിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഈ സമയത്ത് ഏത് രാജ്യത്ത് വെച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട്, കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു നിത്യവും കൃപാസന ആൾക്കാരെ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദയവായി മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജീവനോടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ നിങ്ങൾ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ചത് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത്. കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കരള് എൻലാർജ് ചെയ്യുന്നവരെ, മഹോദര രോഗികൾ, ശ്വാസമുട്ടിൻ്റെ അസുഖമുള്ളവരെ, ഹൃദയത്തിൽ വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവർ, അതിൻ്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും പരിശുദ്ധമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന്. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസിൻ്റെ അസുഖമുള്ളവരെ, തലവേദന വിട്ടുമാറാത്തവർ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദര രോഗികൾ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം. പാങ്ക്രിയാസ് രോഗികൾ നടുവിൽ നെഞ്ചും കൂടിൻ്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത്, താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, മക്കളില്ലാത്തവരൊക്കെ അടിവയറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക. എപ്പോഴും ജീവനോടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട പരിശുദ്ധ നമ്മുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവനോടെ ജ്വലിച്ചു എഴുന്നള്ളി നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിന് തിരുസന്നിധിയിൽ ഈ ലോകത്തുള്ള മുഴുവൻ രോഗങ്ങൾ, ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലുള്ള മുഴുവൻ രോഗങ്ങളെ, നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല, ആരെല്ലാം രോഗസൗഖ്യത്തിനായി നിങ്ങളോട് യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവരെല്ലാം ഓർക്കുക. അടിപ്പിടർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെയൊക്കെ ആവശ്യിക്കുന്ന വലിയ സമയമാണ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, ആരെല്ലാം ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അസ്ഥികളിൽ അസ്ഥിക്കുഴകളിൽ രക്തഞരമ്പുകളിൽ ശരീരകോശങ്ങളെല്ലാം കർത്താവ് രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ ആന്തരിക അവയവങ്ങൾ കർത്താവ്, മൾട്ടി ഓർഗൻസിന് പോലും കർത്താവ് രോഗം വന്നിട്ടുള്ളവരെ അങ്ങ് സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നത്. ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, ഉള്ളംകാൽ ഉച്ചുവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ 36 കൊല്ലം ഞാൻ അർപ്പിച്ച പരിശുദ്ധ കൃപാന്റെ ശക്തികൾ മാർഗ രോഗങ്ങൾ വ്യാധികൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. സുഖമായിടും എൻ്റെ ഉള്ളം വരേണേ, സദയം തൊഴേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. കഴിഞ്ഞ ദിവസം കൊണ്ടൊരു സാക്ഷ്യമുണ്ടായി. അവരുടെ പേര് സോഫി കുര്യൻ. പാലയൂരില്ല, തോമാശ്ശേരിയുടെ പള്ളി, ആ ഇടവക്കാരുതിയാണ്. അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം, അതിൻ്റെ കണക്കുണ്ട്. അവിടെ സാക്ഷ്യം, അവർക്ക് ഈ സോഫി കുര്യന് റൈറ്റ് കിഡ്നി ഡാമേജാണ്. പഴുത്തിരിക്കുകയാണ്. അതിൻ്റെ തകത്ത് സിസ്റ്റൊക്കെ വന്ന് പഴുത്തിരിക്കുകയാണ്.
അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കട്ട് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ കിഡ്നിയും പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സഫി കുര്യൻ ഒരു വലിയ ബിസിയാണ്, ഒരു 10-60 വയസ്സിങ്ങനെ അവർക്കുണ്ട്. അപ്പോൾ അവർ പറയും കട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൈഡ് ഇഫക്ട്സ് ഉണ്ടാകരുത്. അതാണ് അവരുടെ മനസ്സിലുള്ളൊരു സംഭവം. കട്ട് ചെയ്യുന്നതിൽ എനിക്ക് കാണുന്നത് അമ്മച്ചിക്ക് കിഡ്നി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് മെഡിക്കലായിട്ട് ഒത്തിരി അറിയത്തില്ലെന്ന് തോന്നുന്നു. അവരിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാര്യം ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുക എന്നുള്ള ആൾക്കാർ പൊതുവെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ. അപ്പോഴേ കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ പേരിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവരുത് എന്നാണ് അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് 10-65 വയസ്സുണ്ടാവും. ആ ഉടമ്പടിയുടെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ വരും. ഇതിനിടക്കുള്ള 2 കാര്യം ചെയ്യും ഇവർ. സെക്കൻഡ് ഒപ്പീനിയന് പോകും, പിന്നെ തേർഡ് ഒപ്പീനിയന് പോകും വേറെ ഡോക്ടറിൻ്റെ അടുത്ത്. ഒരു നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ടേ അവർക്കിതിനെക്കുറിച്ച് കുറച്ച് ധാരണയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കിഡ്നി കട്ട് ചെയ്യുന്ന വിഷയമാണല്ലോ ചോദിച്ചിട്ട് വീട്ടുകാർ ഇവരെ പല സ്ഥലത്ത് കൊണ്ടുപോകും. എല്ലാം മെയിൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നെഫ്രോളജിനെ പോയി കാണാം. എന്നിട്ട് അവരെല്ലാവരും ഇത് സ്കാൻ ചെയ്യും, അതുപോലെ തന്നെ ബയോപ്സി ചെയ്യും ഒക്കെ ചെയ്തിട്ട് അവർ പറയൂ ഇത് കട്ട് ചെയ്യണം എന്ന് പറയും. അപ്പോൾ അവർ കട്ട് ചെയ്യാൻ തീരുമാനിച്ച് കിഡ്നി കട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഡേറ്റും ഫിക്സ് ചെയ്ത്, എന്നിട്ട് ഇവർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. മൂത്ത ചേച്ചിയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ വരും. എന്നിട്ട് ഇവരെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവനും വ്രണമാണ്, ഇവരെ റൈറ്റ് കിഡ്നിയിൽ വ്രണമാണ്. അതെല്ലാ സ്കാനിങ്ങിനും ബയോപ്സിയിലും ആ റിപ്പോർട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയണമെന്ന് പറയണത്. പക്ഷെ ഇവർ ഉടമ്പടി ഉപ്പ് വെഞ്ചരിച്ച് കൊടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചത് അവർ വിശ്വാസപ്രമാണം ചൊല്ലി വായിലിടും. ഞാനിത് ചില അച്ഛന്മാരുടെയൊക്കെ ഈ ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും നമ്മൾ എന്തിനാണ് ജനങ്ങളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കും. നമ്മളെ മുന്നോട്ടല്ലേ പോണത്. അപ്പോൾ ഇങ്ങനെ വസ്തുവകകളിലൊന്നും വിശ്വസിക്കാതെ ക്രിസ്തുവിൽ തന്നെ വിശ്വസിച്ച് പോകാൻ പാടില്ലേ എന്ന് എന്നോട് ചോദിക്കും. അത് ദൈവശാസ്ത്രമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുള്ളവരെ ചോദിക്കണത്. പക്ഷെ ഞാൻ ഡീല് ചെയ്യണത് ദൈവശാസ്ത്രജ്ഞന്മാരോടല്ലല്ലോ. ആരോടല്ല ഡീല് ചെയ്യണത്? ഈ കിഡ്നി വേദനയും രോഗവും മരണവും മല്ലടിക്കുന്ന കരയുന്ന മനുഷ്യരോടാണ് കൃപാസനത്തിൽ ഡീല് ചെയ്യണത്. ഞാനെപ്പോഴും ഒരു ദൈവത്തോട് ചോദിക്കുന്നത് എനിക്ക് ദൈവത്തെക്കുറിച്ച് ഒണ്ടോളജിക്കലായിട്ട് എക്സ്പീരിയൻസ് വേണമെന്നല്ല. അത് മണ്ണാങ്കട്ട, അത് കഴിച്ചുകൊണ്ട് ആൾക്കാർ കുറേ ആൾക്കാർ ഫാനിൻ്റെ താഴേക്ക് ഇരിപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പുസ്തകമൊക്കെ എഴുതും, കുറച്ച് മരിച്ചു പോകും. പക്ഷേ മനുഷ്യനിവിടെ വേദനിച്ച് മരിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന ഛിദ്രശക്തികൾ സഭയുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ദൈവത്തെ മനുഷ്യന് സംലഭ്യമാക്കി കൊടുക്കണം അവൻ്റെ ജീവിത അവസ്ഥകളിൽ. അതാണ് ഞാൻ കണ്ണീരോടെ പണ്ടേ പ്രാർത്ഥിച്ചിരിക്കുന്നത്. കർത്താവേ, കണ്ണുനീരോടെ. ഇപ്പം സോളമൻ ദേവാലയം വെഞ്ചരിക്കുമ്പോൾ എന്താ പറയണത്? സോളമൻ ദേവാലയം വെഞ്ചരിക്കുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? കർത്താവേ, അങ്ങയുടെ മക്കൾ സ്വജാതിരായാലും വിജാതിരായാലും നിൻ്റെ ആലയത്തിൻ്റെ പുറത്തോ അകത്തോ നിന്നുകൊണ്ട് കണ്ണീരിടുമ്പോൾ അവിടെ കണ്ണുനീര് നീ ഏറ്റെടുക്കണമേ. 1 രാജാക്കന്മാർ 8:42. 1 രാജാക്കന്മാർ 8:42 ശ്രദ്ധിക്കുക. 1 രാജാക്കന്മാർ 8:41-42. അങ്ങയുടെ ജനമായ ഇസ്രായേൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അതായത് ജീവിതത്തോട് ദൈവത്തെ ചേർത്ത് നിർത്തുന്നതാണ് ബൈബിള്. ജീവിതത്തോട്, മനുഷ്യൻ്റെ ജീവിതത്തോടെന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്താണ്? ഈ ചേച്ചി, അവരുടെ പേരെന്താ? സോഫി കുര്യൻ. അവരെന്നാ ചെയ്തിരിക്കണത്?
അവർ ഈ ഉടമ്പടി ഉപ്പ് മാത്രമേ വായിലിട്ട് വിശ്വാസപ്രമാണം ചെയ്യുള്ളൂ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും, ഇവർ ഓപ്പറേഷന് തിയേറ്ററിൽ കയറ്റും. തിയേറ്ററിൽ കയറ്റി കഴിയുമ്പോൾ ഇവർ അൺകോൺഷ്യസ് ആക്കും, അനസ്തേഷ്യ കൊടുത്ത് ഇവരെ ബോധക്കെട്ടുണ്ട്. എന്നിട്ട് റോബോട്ടിക് സർജറി എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് സർജറി ചെയ്യുന്ന ആ പ്രോസസ്സിങ്ങിലേക്ക് ഡോക്ടർ പോവുകയാണ്. ഡോക്ടർ പോയി സ്കാനിങ് എന്നൊക്കെ ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകും ഇവിടെ കിഡ്നി കാണുമ്പോൾ. എന്താ കാര്യം, പണ്ട് കണ്ട കിഡ്നിയല്ല ഇരിക്കണത്, കഴിഞ്ഞ ആഴ്ച കണ്ടതല്ല. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്, ഒരു ചെറിയ ഒരു പൊറ്റ പോലെ ആ വ്രണമെല്ലാം പോയിട്ട് അതൊരു ചെറിയ പൊറ്റയായിട്ട് മാറുകയും നമ്മൾ പുറത്ത് കഴിയുമ്പോഴേ പൊറ്റ ഉണ്ടാകത്തില്ലേ, അതുപോലെ ഒരു തൊലിപ്പാടായിട്ട് മാറും. ഡോക്ടർ ഞെട്ടിപ്പോയി, ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവിച്ചെന്ന് അറിയാതെ ഞെട്ടിപ്പോയി. എന്നിട്ട് ഇവർ ഈ ഡോക്ടർ തൊലി മാത്രം എടുത്ത് മാറ്റിയിട്ട് ബയോപ്സി കൊടുക്കും. അതിൻ്റെ അത് ക്യാൻസറിൻ്റെ അല്ല വേണ്ട, ഒരു സംഭവം എൻ്റെ അടുത്തില്ല. ഡോക്ടർ പറയും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല, കിഡ്നി മാറ്റേണ്ട ആവശ്യമില്ല. എന്താണ് ഇത്, സുഖപ്പെട്ടിരിക്കണമെന്ന് പറയും. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രിൻസിപ്പിളല്ലേ ശക്തി, 1 കൊറിന്തോസ് 1:24 ശക്തിയാണ്. എന്താണ്, യേശുക്രിസ്തുവാണ്. എന്താണത്, ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. ഇതാണ് യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇതിനകത്ത് ഇത് ഇമ്പോസ് ചെയ്യണത്. ഇതൊരു അട്രിബ്യൂഷനാണ്. എന്താ കാര്യം, രക്ഷ എന്ന് പറയുന്ന സംഭവം എന്താണ്, പ്രാപിക്കണം മനുഷ്യൻ. അതിൻ്റെ പ്രോസസ്സിങ് എന്താണ്, രക്ഷയുടെ പ്രോസസ്സിങ് എന്താണ്, രക്ഷ മനസ്സിലാക്കുകയല്ല, ആണോ? യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് അതരം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ രക്ഷ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു ഐഡിയ പോലെ. ആൻഡ് റിഡംഷൻ ഈസ് നോട്ട് എൻ ഐഡിയ. ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവശാസ്ത്രത്തിൽ പോലും സംഭവിക്കണത് എന്താണ്, ദൈവത്തിന് ഒരു ഐഡിയലിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ്. ജീവിതത്തോട് ബന്ധമില്ലാത്ത ജീവിതത്തിൽ നിന്ന് പേര് ദൈവത്തെയൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ആദിമസഭയ ജീവിതത്തോട് ചേർത്താണ് ദൈവത്തെ വെച്ചത്. എന്താ കാര്യം അറിയാം, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 2 പത്രോസിന്റെ 1:3 ശ്രുതികട്ടെ 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 മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും തന്റെ മഹത്വത്തെ പറഞ്ഞ തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും പോയിന്റ് എന്തിനു വേണ്ടിയാണ്, നമ്മുടെ ജീവിതത്തിനും. അതാ വിഷയം. ദൈവം എന്തിനാണ് നമ്മുടെ ഇത് 2 പത്രോസാണ് വചനം. 2 പത്രോസ് 1:3 ഒന്ന് വായിച്ച മോളെ. തന്റെ മഹത്വത്തിലേക്കും ഏറ്റു പറഞ്ഞ് തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും അല്ല, നമ്മുടെ ചിന്തക്കല്ല, നമ്മുടെ ധ്യാനത്തിനല്ല, നമ്മുടെ ധാരണയ്ക്കല്ല, നമ്മുടെ പഠനത്തിനല്ല, നമ്മുടെ ചർച്ചയ്ക്കല്ല, ഒന്നിനുമല്ല. ദൈവം എന്തിനുള്ളതാണ്, നമ്മുടെ ജീവിതത്തിനാണ്. ദൈവം ജീവിതത്തിന് വേണ്ടി. അതാണ് ആദ്യം സഭയുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിൽ നിന്നൊക്കെ പോകുന്നത് ദൈവം ചിന്തയ്ക്ക് വേണ്ടി, ദൈവം വാദപ്രതിവാദത്തിന് വേണ്ടി, ദൈവം സൈദ്ധാന്തികവും ആയിട്ടുള്ള വിശ്ലേഷണത്തിന് വേണ്ടി അങ്ങനെയായി ദൈവം ക്ലാസ് റൂമിന് വേണ്ടിയായിപ്പോയി. ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുള്ള അവസ്ഥയാണ്. ദൈവം എന്തിനാണ്, ക്ലാസ് റൂമിന് പുറത്ത് ദൈവമില്ല, ജനം ദൈവമില്ല, അത് അലഞ്ഞു നടക്കും. ഇവിടെ എല്ലാവരെയും കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. പിന്നെ ഇവിടുത്തെ കൃപാസന പത്രം കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. എൻ്റെ ഒരു സഹോദരൻ ഒരിക്കൽ വളരെ സീരിയസ് ആയിട്ട് ICU കിടന്നു. നിത്യകുർബാന കഴിഞ്ഞ് ഞാൻ ഓടി ഹോസ്പിറ്റലിൽ കയറി അദ്ദേഹത്തിന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, കുരിശ് വരച്ചു, തൈലമിട്ട് വിശ്വാസ തൈലമിട്ട് പൂശിയിട്ട് ഞാൻ പറഞ്ഞു, മകളോട് പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല, കരയണ്ടെന്ന് പറഞ്ഞു. എൻ്റെ സഹോദരൻ സുഖമായി മെനഞ്ഞാന്നു എൻ്റെ ഭവനത്തിൽ വരാൻ ഈശോയെ അമ്മ ഇടയാക്കി. രണ്ടാമത്തെ എൻ്റെ ഒരു അനിയൻ കഴിഞ്ഞ മാസം പെട്ടെന്ന് ബാത്റൂമിൽ മറിഞ്ഞു വീണു.
രാത്രി 8 മണി സമയമായിരുന്നു. എൻ്റെ അനിയത്തി വലിയ കഷ്ടതയിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പോയി ഇനി കിട്ടത്തില്ല, അതാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു. ആ രാത്രി ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒറ്റയ്ക്ക് ഓട്ടോ എടുത്ത് അവിടെ ചെന്നപ്പോൾ അനിയത്തി കിടന്ന് അലറി കരയുകയാണ്. അപ്പോൾ എനിക്ക് ആശുപത്രിയിൽ ICUലപ്പോൾ കയറാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുമ്പോൾ സമയം കിട്ടപ്പോൾ ഒക്കെ യൂട്യൂബ് വഴി അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആ ഉടമ്പടി തൈലം എടുത്ത് അവരുടെ വീട്ടിലുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് അയാളുടെ നെറ്റിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃപാസനത്തിൽ അമ്മയോട് പ്രാർത്ഥിച്ചമ്മേ, അവൾക്ക് ആരുമില്ല, അയാൾ ജോലി ചെയ്യുന്നുണ്ടാണ് ജീവിക്കുന്നത്, അമ്മ തീർച്ചയായിട്ടും ആയുസ്സും ആരോഗ്യവും കൊടുക്കണമെന്ന് പറഞ്ഞ് അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ കഷ്ടമായിരുന്നു. കർത്താവ് ഒരു വചനം പറയുന്നുണ്ട്, നിനക്ക് ഊട്ടാൻ പറ്റിയില്ലേ നീ ഊട്ടുശാല കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ തുച്ഛമായ പൈസയുള്ളെങ്കിൽ നല്ല സുഹൃത്തുക്കളുള്ളതുകൊണ്ട് അവരുടെ നിന്നൊക്കെ ഫോൺ ചെയ്ത് പൈസ വാങ്ങിച്ച് എൻ്റെ അനിയനെ ഞാൻ രക്ഷിച്ചു. ഇന്ന് അയാൾ സുഖമായി ജോലിക്ക് പോകാൻ എൻ്റെ അമ്മയെ ഈശോയെ സഹായിച്ചു. എല്ലാത്തിലുപരിയായി ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ വരുന്ന ഒരു മക്കളെയും അനാഥരായി അമ്മയെ ഈശോയും വിടാറില്ല. ലോകത്താര് കൈവിട്ടാലും ഈശോയെ അമ്മയെ നമ്മളെ കൈവിടുകയില്ല. ഇന്നെനിക്കൊരു ധൈര്യമാണ് മുമ്പോട്ട് പോകാമെന്ന്. കാരണം വളരെ സമ്പന്നമായി, വളരെ സമാധാനമായി, വളരെ സന്തോഷമായി ഞാനും എൻ്റെ ഹസ്ബൻഡും ജീവിക്കുന്നു. അമ്മയെ ഈശോയും എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ കോടാനുകൂടി സ്തുതിയും സ്തോത്രവും നന്ദിയും പറയുകയാണ്. അതുകൂടാതെ ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. എൻ്റെ മകൻ വിളിക്കാറില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലമെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവനൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞമ്മ, നാളുകളായി ഏക മകനേ ഉള്ളൂ, ഒന്ന് വിളിക്കാറ് പോലും ഇല്ലെന്ന്. അപ്പോൾ രാവിലെയാണ് ഞാനത് ചെയ്തത്. ഉച്ചയായപ്പോഴും അനക്കമൊന്നുമില്ല. ഞാൻ വന്ന് അമ്മയെ നോക്കിയിട്ട് പറഞ്ഞു, അമ്മ അവൻ വിളിച്ചില്ലല്ലോ എന്ന് ചോദിച്ച് ഞാൻ തിരിയുന്നതിന് മുമ്പ് എൻ്റെ മകൻ എന്നെ വിളിച്ചു. ഇന്ന് എന്നെ വിളിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ഞാൻ കഴിച്ചു തരാറുണ്ട്. വളരെ സന്തോഷമായിട്ട് അവരിയ്ക്കുന്നു. എൻ്റെ അമ്മയെ കണ്ട ശേഷം, ഈ കൃപാസനത്തിൽ വന്ന ശേഷമാണ് ഞാൻ ഒരു പുതിയ വ്യക്തിയായതും ക്ഷമിക്കാൻ പഠിച്ചു. ഈശോയോട് കൂടുതൽ അടുപ്പമായി, വചനമായിട്ട് കൂടുതൽ അടുപ്പമായി, വചനം ഗ്രഹിക്കാനുള്ള ജ്ഞാനം തന്നു. അങ്ങനെ ഒത്തിരി നന്മകൾ ഞാൻ വെച്ച എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു തന്നു. ഞാനിപ്പോൾ ഒരു സ്വന്തം ഭവനത്തിന് വേണ്ടി, ഞങ്ങൾക്ക് ഭവനമില്ല, എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ അമ്മയ്ക്ക് നേരത്തെ വന്ന് സാക്ഷ്യം പറയേണ്ടതായിരുന്നു. ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അമ്മ ഈശോയും ഉറപ്പായിട്ട് എനിക്ക് തരും. കാരണം അത്രയും നന്മകളാണ് എനിക്ക് അമ്മ ചെയ്തു തന്നത്. എൻ്റെ അമ്മ ഈശോയോടൊത്ത് ജീവിച്ച്, ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി ജീവിച്ച് മുമ്പോട്ട് പോകുവാൻ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞാൻ പറയും. എൻ്റെ പേര് ലീലാമ്മ ആൻ്റണി. ഞാൻ കടവന്ത്ര സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവാംഗമാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ എൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2018 ഒക്ടോബർ 14-ാം തീയതിയാണ്. ഞാനിപ്പോൾ 14ാമത്തെ ഉടമ്പടിയിലാണ്. ഉടമ്പടി ഞാൻ പുതുക്കി നിൽക്കുകയാണ്. എനിക്ക് ഈ നിയോഗത്തിൽ കിട്ടിയത്, എനിക്ക് അലർജിയുടെ അസുഖം മൂലം വളരെ ശക്തമായിട്ടുള്ള കഫക്കെട്ടും ചുമയുമായിരുന്നു. കഫക്കെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസമുട്ടൽ പോലെയായിരുന്നു അത് വന്നുകൊണ്ടിരുന്നത്. ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിച്ചു, അത് താൽക്കാലിക ഒരു ആശ്വാസം കിട്ടും, പിന്നെയും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ ആരാധനയിൽ അച്ഛൻ 14/5/2024 ഉടമ്പടി ആരാധനയിൽ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, വലത്തെ മൂക്കിൻ്റെ പ്രയാസം മൂലം ശ്വാസം കിട്ടാതെ വാ തുറക്കുന്ന അനേകം മക്കളെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ പറയുകയുണ്ടായി. കൂടാതെ കാലിലെ ഉപ്പൂറ്റി പൊങ്ങി, അതൊരു മാംസമാകാം, ഒരു എല്ലാകാം, അത് ചിലപ്പോൾ മുഖത്താകാം, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു അവയവങ്ങളാകാം. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ ഇതെല്ലാം എനിക്കുണ്ടായിരുന്നു. ഞാൻ കണ്ണീരോടെ മാതാവിൻ്റെ മുമ്പിൽ ലൈവ് ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തൊണ്ടയിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ഏത് സമയവും ഞാനത് തൊട്ടു നോക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും അവിടെ പുരട്ടുമായിരുന്നു. കൃത്യം 5:30 ഞാൻ എഴുന്നേറ്റ് പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ എല്ലാ ദിവസവും ഞാൻ പുരട്ടുമായിരുന്നു. അതുപോലെ തന്നെ ചെറു ചൂടുവെള്ളത്തിൽ ഈ ഉടമ്പടി ഉപ്പും തേനും ഉടമ്പടി തൈലവും ഞാൻ ഇട്ട് കുടിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് നിർത്താൻ പറ്റാത്തത്ര ഒരു ചുമ വന്നു. ചുമ വന്ന ശേഷം ഞാനങ്ങോട്ട് തളർന്നുപോയി.
അതിനുശേഷം ബാത്റൂമിൽ ഓടിച്ചെന്ന് ഞാൻ ചുമച്ചപ്പോൾ ഒത്തിരി കഫം അങ്ങോട്ട് പോയി. അതോടുകൂടി എനിക്ക് ആ ചുമയും കഫക്കെട്ടും എങ്ങോട്ട് പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൂടാതെ എൻ്റെ മകൻ അരുൺ, അവനും ഉടമ്പടിയിലാണ്. ഈ ഏപ്രിൽ 5-ാം തീയതി അവൻ 10 ദിവസത്തേക്ക് അവൻ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു. ലീവിന് വന്നത് അവൻ ഉടമ്പടിയിൽ അവനൊരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു, അവന് കുറച്ച് സ്ഥലം വാങ്ങണമെന്നത്. അവൻ ആ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ പരിശുദ്ധ അമ്മ അവൻ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു സ്ഥലം കിട്ടുകയും അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് അവൻ 6 മാസം കൂടി അവൻ ഇപ്പോൾ നാട്ടിൽ വന്നത്. തിരിച്ചു പോയത് ഏപ്രിൽ 17 വെളുപ്പിനായിരുന്നു. ഏപ്രിൽ 18 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദുബായിൽ ഭയങ്കര വെള്ളപ്പൊക്കവും ഭയങ്കര മഴയുമായിരുന്നു. എൻ്റെ മകനെ ദുബായി ചെന്നിട്ട് ദുബായിൽ നിന്ന് ലോസ് ആഞ്ചലസിലോട്ടാണ് പോകേണ്ടിയിരുന്നത്. അവന് 19-ന് അവന് ജോലിക്കും കയറണം. ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ ഇരിക്കുമ്പോൾ ഒത്തിരി ഫ്ലൈറ്റുകളെല്ലാം ഇങ്ങനെ ക്യാൻസലേഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൻ്റെ ക്യാരി ബാഗിൽ ഇവിടെ നിന്ന് മേടിച്ച ഉടമ്പടി പത്രം, കൃപാസനം പത്രം, ഇംഗ്ലീഷ് പത്രവും അവൻ്റെ കഴുത്തിൽ മാലയിൽ തന്നെയാണ് അവൻ ഉടമ്പടി നമ്മുടെ കാശുരൂപം അവനിട്ടിരിക്കുന്നത്. അവൻ്റെ കയ്യിൽ എല്ലാ നേർച്ച വസ്തുക്കളുമുണ്ട്. അപ്പോൾ അവൻ ഞങ്ങളോട് പറഞ്ഞ് ജോലി നഷ്ടപ്പെടുന്ന തോന്നണത്, ദുബായിൽ നിന്ന് എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലേഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ 3-4 ഫ്ലൈറ്റുകളെല്ലാം ഇങ്ങനെ ക്യാൻസലേഷൻ കാണിക്കുന്നു. ഇവൻ്റെ ഫ്ലൈറ്റ് മാത്രം ക്യാൻസലേഷൻ കാണിക്കുന്നില്ല, ഡിലേ എന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മേ, എൻ്റെ മോനെ സുരക്ഷിതമായിട്ട് നീ അവിടെ എത്തിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയുടെ സാന്നിധ്യത്തിൽ വന്ന് ഞാൻ കൃതജ്ഞത പറഞ്ഞുകൊള്ളാം, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് വെളുപ്പിന് 3 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് അപ്പോൾ അതിനകത്ത് ഡിസ്പ്ലേയിൽ കാണിച്ചു, അവിടെ നിന്ന് ദുബായിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലോട്ട് ഡിപ്പഞ്ചർ എന്ന് കാണിച്ചു. അത് അവൻ്റെ ഫ്ലൈറ്റായിരുന്നു. ആ ഫ്ലൈറ്റ് വന്ന് പിന്നെ 10 മണിക്കായിരുന്നു അവിടെ നിന്ന് ഫ്ലൈറ്റ്. അവൻ സുരക്ഷിതമായിട്ട് ദുബായിലെത്തുകയും പറഞ്ഞ സമയത്ത് തന്നെ അവന് കണക്ഷൻ ഫ്ലൈറ്റ് ലോസ് ആഞ്ചലസിലോട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ലഗേജ് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവൻ്റെ കയ്യിൽ കിട്ടിയത്. പരിശുദ്ധ അമ്മ അങ്ങനെ അവന് പൂർണ്ണ സംരക്ഷണം നൽകി അവനെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ മകൾ വീട് വെക്കാൻ വേണ്ടി സ്ഥലമുണ്ട്, പക്ഷേ വീട് വെക്കാനായിട്ടുള്ള 4-5 കൊല്ലത്തോളമായി വീട് വെക്കാനുള്ള ആഗ്രഹം തുടങ്ങിയിട്ട്, പക്ഷേ ഒന്നും അത് നടക്കുന്നില്ലായിരുന്നു, പല തടസ്സങ്ങളുമായിരുന്നു. ഞാനത് ഉടമ്പടി നിയോഗത്തിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഭർത്താവും കൂടി ആ ഫ്ലോട്ടിൽ പോയി 4 അതിരിലും ആരും ചവിട്ടാത്തടുത്ത് ഈ ഉപ്പിട്ട് നേർച്ച വസ്തുവായ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ മാസം തന്നെ ആ ഭവനത്തിന് വേണ്ടി കല്ലിടുവാനും പിന്നെ എല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തതുപോലെയായിരുന്നു. ഏറ്റവും മനോഹരമായ ഒരു ഭവനം നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിക്കുകയും ഫെബ്രുവരി 10-ന് അവിടെ വെഞ്ചിരിപ്പും പാലുകാശലും നടന്ന് ഇപ്പം എൻ്റെ മകൾ സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കുകയാണ്. കൂടാതെ പിന്നെ ഞാൻ ഉടമ്പടിയിൽ എഴുതാത്ത ഒരു കാര്യമുണ്ട്. എൻ്റെ ചേച്ചിയുടെ മകൻ, അവൻ പള്ളിയുമില്ല ഒന്നുമില്ലാതെ നടന്നിരിക്കുന്നൊരു മകനായിരുന്നു. അവനെ കഴിഞ്ഞ മാസം അവനോട് ഞങ്ങൾ പലപ്പോഴും കൃപാസനത്തിൽ പോണ കാര്യം പറയുമ്പോൾ അവൻ തിരസ്കരിക്കയില്ല, പക്ഷെ ഒന്നിനും അവൻ മറുപടിയും പറയാറില്ല. ഇടവപ്പള്ളിയിലും അവൻ പോകാറാത്ത ഒരു മകനായിരുന്നു. കഴിഞ്ഞ മാസം അവൻ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്കൊന്ന് കൃപാസനത്തിൽ പോകണം, എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ആ മകനെ ഇവിടെ കൊണ്ടുവന്നു. അവൻ ഇവിടെ വന്ന് കുമ്പസാരിച്ചു, നല്ലൊരു കുമ്പസാരം നയിച്ചു. നമ്മുടെ മെയ് മാസ വണക്കത്തിന് നിയോഗങ്ങൾ എഴുതി കൊടുത്ത് എല്ലാം പത്രം എല്ലാം മേടിച്ചു. പക്ഷെ ഒന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അവൻ പറഞ്ഞു, ഞാനൊന്ന് ശുദ്ധീകരിച്ചിട്ട് ഞാനൊന്ന് ഉടമ്പടിയൊക്കെ ഞാൻ എടുക്കുള്ളൂ എന്ന് അവൻ പറഞ്ഞ്. ഇപ്പോൾ അവൻ ഞാനെല്ലാം ഷെയർ ചെയ്തിട്ട് കൊടുക്കും. എല്ലാ അച്ഛൻ്റെ ആരാധനയും സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ യൂട്യൂബ് വഴി അവന് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. എല്ലാം അവനത് കാണാറുമുണ്ട്. അവന് പള്ളിയിൽ പോകാതിരുന്ന മകനാണ്. ഇപ്പം എല്ലാ എല്ലാ ഞായറാഴ്ചയും 5:30 വിശുദ്ധ കുർബാനയിൽ അവൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര കാലിൽ ഉപ്പൂറ്റി വേദന ഉണ്ടായിരുന്നു. ഉപ്പൂറ്റി വേദന എന്ന് വെച്ചാൽ 2 കാലും നിലത്ത് കുത്തി നടക്കാൻ പറ്റാത്ത പോലെയുള്ള ഉപ്പൂറ്റി വേദനയായിരുന്നു. അപ്പം ഞാൻ 2023 നമ്മുടെ ഒക്ടോബർ 28 ജപമാല റാലിയിൽ അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട്.
ഡോക്ടറെ കണ്ടു. ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണം, പിന്നെ നടക്കാൻ പാടില്ല, കാല് പൊക്കി വെച്ചിരിക്കണം. പക്ഷേ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? ഉടമ്പടി തൈലം, ഞങ്ങളവിടെ നിന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് ജപമാല റാലിയിൽ വന്നത്. അവിടെ നിന്നൊരു വണ്ടി വിളിച്ച് 23 പേര് ഞങ്ങളുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ജപമാല ചൊല്ലി, ഞങ്ങളിവിടം വരെ ജപമാല ചൊല്ലിയാണ് ഞങ്ങൾ വന്നത്.